പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ നടന്നാൽ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ചാൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് ഹോളി സ്പിരിറ്റ് തരും. അതുകൊണ്ടല്ലേ എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തന്ന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടതിന്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മളെ കാണുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ആർക്കെങ്കിലും ക്രിസ്തുവിൽ വളരണം, എനിക്ക് ദൈവവചനം പ്രസംഗിക്കണം, എനിക്ക് ദൈവവചനം പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരൊന്നാമതായിട്ട് ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ പോലെ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായി ക്ലാസ് എടുക്കുന്ന മറ്റൊരു അധ്യാപകൻ ഉലകത്തിലില്ല. പരിശുദ്ധാത്മാവിനെ പോലെ ആത്മീയ സത്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ശക്തമേറിയ ഒരു അധ്യാപകൻ ഉലകത്തില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ, ആ ബൈബിളിന്റെ പിറകിൽ ചലിച്ചത് ഹോളി സ്പിരിറ്റ് ആണ്, അല്ലെ? എല്ലാ ഗ്രന്ഥങ്ങൾക്കും എല്ലാ പുസ്തകങ്ങൾക്കും ഒരു എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരന്റെ സ്പിരിറ്റ് ആ എഴുത്തിലുണ്ട്, 100%. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആവശ്യമില്ലാത്തതൊന്നും വായിക്കാൻ പോരുത്, ആവശ്യമില്ലാത്തത് ചിലത് കാണാൻ പോരുത്. കാരണം അത് വായിച്ചാൽ നമ്മളിലും നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ മൈൻഡ് ഡൗൺ ആവുകയും ചെയ്യും. കാരണം ആ ബുക്കിനകത്ത് ആ എഴുതിയ ആളുടെ സ്പിരിറ്റ് ഉണ്ടോ, ആക്ച്വലി അതിന്റെ പുറകെ ചലിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിന്റെ മാത്രം പ്രത്യേകതയാണ് മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ പരിശുദ്ധാത്മ പ്രേരിതമായി ആത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും, പുതിയ നിയമം മാത്രമല്ല, പഴയ നിയമം മാത്രമല്ല, 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എന്നാൽ അതിൽ മനുഷ്യൻ പറഞ്ഞ വാക്കുകളുണ്ട്, ദൂതൻ പറഞ്ഞ വാക്കുകളുണ്ട്, പിശാച് പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്, ദൈവം പറഞ്ഞ വാക്കുകളുണ്ട്, പുത്രനായ ക്രിസ്തു പറഞ്ഞതുണ്ട്, പരിശുദ്ധാത്മ ഇടപെട്ടതുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടത് നമുക്കതിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും.